നീണ്ട തർക്കത്തിനൊടുവിൽ താരിഫ് യുദ്ധം അവസാനിപ്പിച്ച അമേരിക്കയും ചൈനയും ഏപ്രിലിൽ ഏർപ്പെടുത്തിയ പരസ്പര താരിഫുകൾ മരവിപ്പിച്ചു. 90 ദിവസത്തേക്കാണ് തീരുമാനം. പകരച്ചുങ്കത്തിൽ 115% ഇളവ് പ്രഖ്യാപിച്ച് യുഎസും ചൈനയും സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചു. ഇതോടെ ചൈനീസ് ഉത്പന്നങ്ങൾക്ക് 30%മായും യുഎസ് ഉത്പന്നങ്ങൾക്ക് 10%മായും തീരുവ കുറയും. ബുധനാഴ്ചയോടെ ഇളവ് പ്രാബല്യത്തിൽ വരുമെന്ന് ചൈനീസ് വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള വ്യാപാര ഉപരോധത്തിന് താൽക്കാലികമായെങ്കിലും ഒരിടവേള. അമേരിക്കയുടെയും ചൈനയുടെയും താരിഫ് പോര് അവസാനിക്കുന്നു. മെയ് 10-11 ദിവസങ്ങളിലായി സ്കോട്ട്ലൻഡിലെ ജനീവയിൽ ചേർന്ന ദ്വിദിന വ്യാപാര ചർച്ചകളിലൂടെയാണ് ഇരു രാജ്യങ്ങളും കരാറിലെത്തിയത്. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റും ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹി ലിഫെങ്കുമാണ് ചർച്ചകൾക്ക് നേതൃത്വം വഹിച്ചത്. വർഷത്തിന്റെ തുടക്കത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുമേലെ കനത്ത തീരുവ ചുമത്തിയിരുന്നു. ഇതിന് പകരമായി ചൈനയും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുമേലുള്ള തീരുവ വർദ്ധിപ്പിച്ചു. ഇതിനുശേഷം ചേർന്ന ആദ്യത്തെ ഉന്നതതല യോഗത്തിലാണ് ഇപ്പോൾ നടപടി. ഇതോടെ ഏപ്രിൽ 2-ന് ട്രംപ് ആരംഭിച്ച താരിഫ് യുദ്ധത്തിനാണ് താൽക്കാലികമായെങ്കിലും അന്ത്യമായിരിക്കുന്നത്. 90 ദിവസത്തേക്ക് പകരച്ചുങ്കം പിൻവലിക്കാനാണ് ഇരു രാജ്യങ്ങളും ധാരണയായത്. അന്തിമ വ്യാപാര കരാറിലെത്തുന്നതിലേക്കുള്ള ചർച്ചകൾക്കായുള്ള ഇടവേളയാണിത്. നിലവിലെ താരിഫുകളിൽ ഇരു രാജ്യങ്ങളും 115% ഇളവ് അനുവദിക്കും. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള തീരുവ 145%-ൽ നിന്ന് 30%-മായി യുഎസും അമേരിക്കൻ ഇറക്കുമതിക്ക് മേലുള്ള തീരുവ 125%-ൽ നിന്ന് 10%-മായി ചൈനയും വെട്ടിക്കുറക്കുമെന്ന് യോഗത്തിൽ തീരുമാനമായി. മെയ് 14-ഓടെ ഇളവ് പ്രാബല്യത്തിൽ വരുമെന്ന് ചൈനീസ് വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.